ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്, നമ്മൾ എങ്ങോട്ടെങ്കിലും ഇറങ്ങിയിട്ട് നമ്മൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് പല എക്സ്ക്യൂസസും പറയില്ലേ. നമ്മളിപ്പോൾ ക്ലാസ്സിലേക്കാണെങ്കിലും ജോലിക്കാണെങ്കിലും നമ്മൾ നേരം വൈകി കഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് പല എക്സ്ക്യൂസും പറയും. ഞാനേ കുറച്ച് കൂടുതലായിട്ട് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്. ചില ആളുകൾക്ക് ഒരു കംപ്ലൈൻറ്റ് ഉണ്ടാവില്ല, അവർ ബസ്സിനെയാണ് കുറ്റം പറയാ. ബസ് കിട്ടിയില്ല, എന്തെന്ന് ബസ് കിട്ടിയില്ല എന്ന് ഈ രീതിയിൽ ബസ്സിനെ കുറ്റം പറയും. അതേപോലെ തന്നെ ചില ആളുകൾ ഇങ്ങനെ പറയും, എനിക്ക് ഇങ്ങോട്ടേക്കുള്ള വഴി തെറ്റിപ്പോയി. ഇന്റർവ്യൂ ഒക്കെ പോവുകയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് വഴി തെറ്റാൻ ചാൻസ് ഉണ്ട്, അപ്പോൾ വഴി തെറ്റിപ്പോയി എന്ന് പറയാറുണ്ട്. ചില ആളുകൾ പറയും, സമയത്തെക്കുറിച്ചുള്ള ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല, ഇത്രയൊക്കെ സമയമായി എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയും. പിന്നെ ചില ആളുകൾ പറയുന്നത് കേട്ടാൽ നമ്മളിനെ കോരി ധരിച്ചു പോകും. എന്താണ്, ഒരു ബസ് കിട്ടാൻ ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ഒരു ബസ് കിട്ടാൻ ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ആകെ 10 മിനിറ്റ് മാത്രമായിരിക്കും ലേറ്റ് ആയിട്ടുണ്ടാവുക. പക്ഷെ അയാൾ പറയണത് എന്താ, ഒരു ബസ് കിട്ടാൻ, ഒരു വണ്ടി കിട്ടാൻ ഒരു കൊല്ലം കാത്തിരിക്കേണ്ടി വന്നു. ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. പിന്നെ ചില കാറ്റഗറിയിലുള്ള ആളുകൾ എങ്ങനെയാണ്, അവർ ട്രാഫിക്കിനെയാ മൊത്തം കുറ്റം പറയാ. എന്തൊരു ട്രാഫിക്കാ, ട്രാഫിക്കിന് മാത്രമാണ് കുറ്റം. അങ്ങനെ ട്രാഫിക്കിനെ പറ്റി പറയുന്ന ആളുകളുണ്ട്. അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയാന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സമയം കളയാതെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, ഇതിൽ ഒന്നാമത്തെ എക്സ്ക്യൂസ് എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. നമ്മൾ ലേറ്റ് ആയാലും ആദ്യം പറയുന്ന സാധനം എന്താ, സോറി ഐ ആം ലേറ്റ്. അതൊരു മാന്യതയാണ് അല്ലേ. സോറി ഐ ആം ലേറ്റ്, ഇതൊരു മാന്യതയാണ് അല്ലേ. ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയുന്ന സാധനമാണ് എന്ത്, സോറി എന്ന് പറയുന്നത്. സോറി ഐ ആം ലേറ്റ്, ഇതാണ് ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി ഒരാൾ പറയാണ്, ഞാനേ കൂടുതലായിട്ടൊന്ന് ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് ലേറ്റ് ആയത്, കുറച്ച് കൂടുതൽ ഞാൻ ഉറങ്ങിപ്പോയി. ഐ ഓവർ സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്. കഴിഞ്ഞ ദിവസം ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉറങ്ങിപ്പോകുന്നതിനാണ് നമ്മൾ ഓവർ സ്ലെപ്റ്റ് എന്ന് പറയുന്നത്. ഐ ഓവർ സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ്, കഴിഞ്ഞ ദിവസം രാത്രി ഞാൻ കുറച്ച് കൂടുതലായിട്ട് ഉറങ്ങിപ്പോയി, സോറി കേട്ടോ. ഐ ഓവർ സ്ലെപ്റ്റ് ലാസ്റ്റ് നൈറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഇനി ചില ആളുകൾ അലാമിനെ കുറ്റം പറയും. നമ്മുടെ അലാറം അടിച്ചില്ല, അലാറം അടിച്ചില്ല എന്ന് എങ്ങനെയാ പറയാ, അലാം ഡിഡിന്റ് ഗോ ഓഫ്. മൈ അലാം ഡിഡിന്റ് ഗോ ഓഫ്, എൻ്റെ അലാറം അടിച്ചില്ല. അതന്നെ, മൈ അലാം ഡിഡിന്റ് ഗോ ഓഫ്, എൻ്റെ അലാറം അടിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അതുപോലെ തന്നെ ചില ആളുകൾ ബസ് കിട്ടിയില്ല, ബസ് മിസ്സായി പോയി, ഈ രീതിയിൽ പറയാണ്ട് എങ്ങനെയാ പറയാ, ദ ബസ് വാസ് ലേറ്റ്. ബസ് ലേറ്റ് ആയിരുന്നു, അതുകൊണ്ടാണ് നേരം വൈകിയത്. ബസ് ലേറ്റ് ആയിരുന്നു, ബസ് വാസ് ലേറ്റ്. ഇനി നേരത്തെ പറഞ്ഞ പോലെ ഇച്ചിരി കൂടി കൂടുതലായിട്ട് പറയാണ്, എന്ത്, ഒരു വണ്ടി കിട്ടാൻ എത്ര കാലം കാത്തിരിക്കണം, ഒരു കൊല്ലം കാത്തിരുന്നു ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട്. എങ്ങനെയാ ഇതൊക്കെ പറയാ, ഇങ്ങനെയാണ് പറയുന്നത്, ഐ ഹാഡ് ടു വെയിറ്റ് ഏജസ് ഫോർ എ വെഹിക്കിൾ. ഒരു വണ്ടി കിട്ടാൻ എത്ര കാലം കാത്തിരുന്നു ഞാൻ. ഐ ഹാഡ് ടു വെയിറ്റ് ഏജസ് ഫോർ വെഹിക്കിൾ. ഇതിന്റെ കറക്റ്റ് അർത്ഥം എന്ന് പറയുന്നത് എങ്ങനെയാണ്, ഒരു വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് എനിക്ക് കുറെ കാലം കാത്തിരിക്കേണ്ടി വന്നു. കുറെ കാലമൊന്നും ഉണ്ടാവില്ല, ആകെ 10 മിനിറ്റ് ഒക്കെ ഉണ്ടാവുള്ളൂ. എന്നാലും നമ്മൾ അങ്ങനെയാണ് പൊക്കിയിട്ടാ പറയാ അല്ലെ. ഐ ഹാഡ് ടു വെയിറ്റ് ഏജസ് ഫോർ എ വെഹിക്കിൾ. ഐ ഹാഡ് ടു വെയിറ്റ് ഏജസ് ഫോർ എ ബസ്. ഒരു ബസ് കിട്ടാൻ എനിക്ക് കൊല്ലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു, കാലങ്ങൾ കാത്തിരിക്കേണ്ടി വന്നു. ഈ രീതിയിൽ പറയുന്ന ആളുകളുണ്ട്. അതുപോലെ ട്രാഫിക്കിനെ കുറ്റം പറയുന്ന ആളുകൾ അവരിങ്ങനെയാണ് പറയുന്നത്, ട്രാഫിക് വാസ് ടെറിബിൾ. ഡിയർ, നിന്നോട് പറയാ, ട്രാഫിക് കൊടും ഭീകരമായിരുന്നു, ഭയങ്കരമായിരുന്നു. ദ ട്രാഫിക് വാസ് ടെറിബിൾ. ഇങ്ങനെയും പറയാന്നുള്ളതാണ്. ഇനിയിപ്പോൾ നമ്മളൊരു ഇന്റർവ്യൂവിനോ മറ്റോ പോവുകയാണെങ്കിൽ, നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായും വഴി തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ എങ്ങനെയാ പറയാ, ഐ ഗോട്ട് ലോസ്റ്റ് കമ്മിങ് ഹിയർ. എനിക്ക് ഇങ്ങോട്ട് വരാനുള്ള വഴി തെറ്റി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ വഴി തെറ്റിപ്പോയി, അതുകൊണ്ടാണ് ഒന്ന് കറങ്ങിയിട്ടാണ് ഞാൻ വന്നത്. ഐ ഗോട്ട് ലോസ്റ്റ് കമ്മിങ് ഹിയർ. ഗോട്ട് ലോസ്റ്റ് എന്ന് പറയുന്നത് വഴി തെറ്റുക എന്നുള്ളതിന്റെ, ഗെറ്റ് ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ പോയി തൊലയാന്ന് മാത്രമല്ല, വഴി തെറ്റുന്നതിനൊക്കെ നമുക്ക് അങ്ങനെ പറയാൻ പറ്റുന്നതാണ്. ഐ ഗോട്ട് ലോസ്റ്റ് കമ്മിങ് ഹിയർ, ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്ക് വഴി ഒന്ന് തെറ്റിപ്പോയി. ഇങ്ങനെയും പറയാൻ പറ്റും. ഇനി അതുപോലെ തന്നെ ഒരാൾ പറയാണ്, സമയത്തിന്റെ കൺട്രോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ, സമയത്തെ കുറിച്ചുള്ള ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. അതെങ്ങനെയാ പറയാ, ഐ ജസ്റ്റ് ലോസ്റ്റ് ട്രാക്ക് ഓഫ് ടൈം. സമയത്തിന്റെ ധാരണ എനിക്ക് ഉണ്ടായിരുന്നില്ല. അങ്ങനെയായിരുന്നില്ലേ, അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഇത്ര സമയം ആയി എന്ന് ഞാൻ ശ്രദ്ധിച്ചില്ല, അല്ലെങ്കിൽ ഇത്ര മണിക്കാ തുടങ്ങുക, അതൊന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. എങ്ങനെയാ പറയാ, ഐ ജസ്റ്റ് ലോസ്റ്റ് ട്രാക്ക് ഓഫ് ടൈം. അപ്പോൾ ഇത്തരത്തിലൊക്കെ നമുക്ക് നേരം വൈകി കഴിഞ്ഞാൽ എക്സ്ക്യൂസസ് പറയാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് ഇനി വെറും സോറി മാത്രം ആക്കണ്ട, ഇത്തരത്തിലൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ലൈക്ക് ചെയ്യുക. ഇതുപോലത്തെ സെന്റൻസുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. മറ്റൊരു യൂസ്ഫുൾ ആയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം.